ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരിക്ക് വേണ്ടിയിട്ടുള്ള ബോർഡറുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന് ഞാൻ ചെയ്യുന്നത്. സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. നമ്മുടെ മോൾഡിന് വേണ്ടിയിട്ട് ഒരു ബേസായിട്ട് ഞാൻ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഗ്ലാസ്സിനോട് ചേർന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക ആദ്യം. അപ്പം നമ്മൾ നമ്മുടെ ബേസ് ലൈനായിട്ട് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. നേരത്തെ ചെയ്തിരുന്ന അതേപോലെ തന്നെ ഈ ഗ്ലാസ് ഉപയോഗിച്ച് മറ്റൊരു ലൈനും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളൊരു ചന്ദ്രക്കലയുടെ ഒരു ഡിസൈൻ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ആഴത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണും, ചെറിയതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കുറച്ച് ആഴത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുഴുവൻ ഭാഗവും കട്ട് ചെയ്തെടുക്കരുത്. നമുക്ക് പിടിക്കാനായിട്ടുള്ളൊരു സൗകര്യത്തിന് കുറച്ച് ഭാഗം അവിടെ വേണം. അപ്പോൾ അതിന് കണക്കാക്കി ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ മറ്റൊരു ഡിസൈനും കൂടെ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിസൈനും കൂടെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ചെറിയൊരു പീസ് പേപ്പറിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈൻ ഞാൻ വരച്ചെടുക്കുകയാണ്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു ഡിസൈൻ ഇപ്പോൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇനി അതിനെ കട്ട് ചെയ്ത് പൊട്ടറ്റോയിൽ കട്ട് ചെയ്തെടുക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന അതിനോട് ചേർത്ത് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈൻ. അത് നമ്മൾ പൊട്ടറ്റോയിൽ ചേർത്ത് വെച്ച് ആ പേപ്പറിനോട് ചേർത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് രണ്ട് ഡിസൈൻ ഉപയോഗിക്കുന്നത്. ഒന്ന് നേരത്തെ കട്ട് ചെയ്ത ചന്ദ്രക്കലയുടെ ഡിസൈനും, പിന്നെ ഇപ്പോൾ പൊട്ടറ്റോയിൽ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈനും. ഇതിൽ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ തെന്നിപ്പോകാതെ നോക്കണം. തെന്നിപ്പോയാൽ കറക്റ്റായിട്ടുള്ള ഡിസൈൻ കിട്ടില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയൊരു പീസ് അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ തയ്യാറായി കിട്ടും. അപ്പോൾ സാരിയിൽ ചെയ്യാനായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നനഞ്ഞ് പിഴിഞ്ഞ സ്പോഞ്ചിൽ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തു. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണിപ്പോൾ. ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്താണോ അതിനെ പ്രിൻ്റ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിൻ്റെ സ്പേസിംഗ് ഒക്കെ നോക്കണം. ഇപ്പം നമ്മൾ ഗ്രീൻ വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തൊരു ഡിസൈൻ ഉണ്ട്, പേപ്പർ വെച്ച് കട്ട് ചെയ്തൊരു ഡിസൈൻ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചന്ദ്രക്കല വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ സ്പോഞ്ചിൽ പ്രസ് ചെയ്തെടുക്കുകയാണ്. റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ചന്ദ്രക്കലയുടെ ഇടയ്ക്കൂടെയുള്ള ആ ഒരു കൂട്ടി യോജിച്ചിരിക്കുന്ന ആ പോയിന്റിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുകയാണിപ്പോൾ. ഇപ്പോൾ ഇത്രയും നമ്മൾ യൂസ് ചെയ്തിരുന്ന
ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടുള്ള ചന്ദ്രക്കല ഡിസൈൻ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന 2 വീഡിയോകളിലും സെയിം മോൾഡ് തന്നെയാണ് പല ഡിസൈനുകൾക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിലേക്ക് ചന്ദ്രക്കല തിരിച്ച് വെച്ച് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ചന്ദ്രക്കല കൂടെ വെച്ച് നമ്മൾ പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ചന്ദ്രക്കലകളും ഇനി വരാൻ പോകുന്ന 2 ചന്ദ്രക്കലകളും തമ്മിലുള്ള ഗ്യാപ്പ് ശ്രദ്ധിക്കണം. പിന്നെ ഇത് വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. ഇപ്പോൾ കണ്ട ഡിസൈൻ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന അതേ മോൾഡ്, നേരത്തെ യൂസ് ചെയ്ത അതേ മോൾഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ സാരി ബോർഡറാണ്. ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് സാരി ബോർഡർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് തന്നെ കൺവേർട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ഡിസൈൻ പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും നേരം യൂസ് ചെയ്തിരുന്ന ആ സെയിം മോൾഡ് ഉപയോഗിച്ച് നമ്മൾ മൂന്നാമതൊരു ഡിസൈനും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണിപ്പോൾ. നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒരു ടൈപ്പിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് തന്നെ ഇനിയുള്ള എല്ലാ ഡിസൈനുകളും നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയൊരു മാർക്കിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ മാർക്കിങ്, പുറമേ കാണാത്ത രീതിയിൽ ചെറിയ മാർക്കിങ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഇപ്പം നമ്മൾ ഇത്ര നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോൾഡിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യുന്നത് നേരത്തെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. വെണ്ടയ്ക്ക ഉപയോഗിച്ച് വെണ്ടയ്ക്ക വന്ന് നല്ലൊരു ഷേപ്പ് വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ 2 ഡിസൈനുകളുടെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ കുറേ വീഡിയോസ് ഇതിനോടകം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 ഡിസൈൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം. കീപ് സപ്പോർട്ടിങ് മീ. ബൈ.